വിഘ്നേശ്വര ടി വി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയൊരു ടീമിനെയാണ്. യാത്രകളിലാണ് അവർ. ഇവിടുത്തെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് ആ സൗന്ദര്യം പൂർണ്ണമായും അവരുടെ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവന്ന് പേര് പറയണം. ശിവ. സുഖമായിരിക്കുന്നു ശിവ? സുഖം. ഓക്കെ. എന്താണ് ശിവ ചെയ്യുന്നത്? പഠനം എന്താണ്? ബിടെക് പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? ഓക്കെ. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകുന്നു? നിന്ന് പറക്കല്ലടാ, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ശിവ എവിടെ? സ്ഥലം എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വീടെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ശരി ബ്രോ, പേര് പറ. മിഥുൻ. സുഖമായിരിക്കുന്നു? മിഥുൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് അല്ലേ? ഭയങ്കര ഭക്തിയാണ് അല്ലേ? എന്താ അങ്ങനെ ചിരിച്ചേ? ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ്? നെയ്യാറ്റിങ്ങര. വീട്ടിലാരൊക്കെയുണ്ട് മിഥു? അനിയത്തി കുട്ടിയായിട്ട് അത്യാവശ്യം പഴക്കൊക്കെ ഇടുന്ന ഒരാളാണോ? അനിയത്തി കുട്ടി എത്രയാണ് പഠിക്കുന്നത്? സി എക്ക് പഠിക്കാന്ന്. ഓക്കെ. നമസ്കാരം. സുഖം. പേര്? അഹ്മദ്. എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നവരാണോ? ഓക്കെ. ശരി. എവിടെ സ്ഥലം? എവിടെ? ശാസ്ത്രമംഗലത്താണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ മുന്നേ ഒരുമിച്ച് പഠിച്ചവരാണോ? മുന്നേ കോളേജ് വന്നതിന് ശേഷം പഠിക്കാം. ഓക്കെ. ശരി. ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ടീമിന് ഒരു പേരുണ്ടല്ലോ, ക്ലാസ്സിൽ എന്തോ പേരുണ്ടല്ലോ? അല്ല, മീൻസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ഒരു പേരുണ്ടല്ലോ. നീ ഇവിടെ നിൽക്ക്. സുഗുണം പോവരുത്. നെക്സ്റ്റ് നേഷൻ. അങ്ങനെയാണ് ടീമിന്റെ പേര്. ആ പേര് ഇട്ടതാരാണ് ഇതിൽ? നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടതാണ്? ഇതോ ലവനാണല്ലേ? എല്ലാം തന്നെ. ശരി. പേര് പറ. ആനന്ദ്. സുഖമായിരിക്കുന്നു ആനന്ദ്? എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാണ് ആനന്ദിന്റെ? ഒന്നുമില്ല. ഗ്രൂപ്പ് അഡ്മിനാണോ? എന്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് അഡ്മിന്മാർക്കല്ലേ ഇനി ഒരു പെൻഷൻ വരണം എന്നുള്ളൊരു അഭിപ്രായം അല്ലേ? ശരി. എത്രയായി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്? ഇപ്പൊ എത്രയായി? ഒരുപാടായോ? ശരി. എത്രയായി? ഇവിടെ ഇപ്പൊ വരുന്നേ ഉള്ളോ? ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല? ഓഹോ. ശരി. ഓക്കെ. പേര് പറ. മഹാദേവ്. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? എന്തോ ഒരു പേര് വിളിക്കാറുണ്ടല്ലോ മഹാദേവിനെ? ഡാൻസർ ആണല്ലേ? സിനിമാറ്റിക് അങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. ക്ലാസിക്കൽ ഇപ്പൊ എത്ര പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ. സിനിമാറ്റിക് ഡാൻസ് നിങ്ങളുടെ നാട്ടിൽ ട്രൂപ്പ് ഉണ്ടോ? പോയിക്കൊണ്ടിരുന്ന ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്, ഇപ്പം പോകുന്നില്ല. ഓക്കെ. പഠിത്തത്തിന് തിരക്കൊണ്ടാണോ? അല്ലെങ്കിൽ ആന്ന് പറയണം. ശരി. സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞു? തിരുവല്ലത്താണ്. ശരി. പേര്? മനോജ്. സുഖാണോ? ഹാപ്പി ആണല്ലോ? മനോജിന്റെ ഒരു പോസിറ്റീവ് എന്താണ്? മനോജിന്റെ ഒരു മനോജിന്റെ ഒരു പോസിറ്റീവ് എന്താണ്? ഇങ്ങനെയാണോ? കാൽപന്തിനെ പ്രണയിച്ചവനാണോ? അങ്ങനെ ഫുട്ബോളൊക്കെ കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈ പഠിക്കുന്ന വിദ്യാലയവുമായി കോളേജുമായി ബന്ധപ്പെട്ട് സ്പോർട്സിലൊക്കെ എങ്ങനെയാണ് പൊതുവെ? അവിടെ സൗകര്യങ്ങളുണ്ടോ? കുഴപ്പമില്ലാതൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പം കയറാൻ പറ്റില്ല. വരുമ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവനാണ് മെയിൻ. ലെവനാണ് നമ്മൾ പറഞ്ഞ നടൻ അല്ലേ? ശരി. പേരെന്താണ് ബ്രോ? സ്റ്റീവ്. സുഖാണോ സ്റ്റീവ്? ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റീവ് സാം റോബിൻ. ഓ, അങ്ങനെയാണല്ലേ? അടുത്തോട്ട് കേട്ടോ. ക്ലാസ്സിൽ അത്യാവശ്യം തരികിട പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണോ സ്റ്റീവ്? ഏറെക്കുറെ എന്തൊക്കെയോ അല്ലേ? ശരി. ഓക്കെ. നിങ്ങൾ ഈ കോളേജിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടവരാണ് അല്ലേ? നിങ്ങൾ കൂടാതെ വേറെ ടീമുകളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ ടീമാണോ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന? ചില സാങ്കേതിക അത് കുഴപ്പമില്ല. സൂപ്പർ. എനിക്ക് ഇഷ്ടമായി. ശരി. അപ്പോൾ ഇനിയിപ്പോൾ മ്യൂസിക് കണ്ട് ഇനി എന്താ പരിപാടി? സിനിമ കൽക്കി? ഇല്ല, ഇന്ത്യൻ 2 കാണാൻ പോവാണ് അല്ലേ? അഭിപ്രായം വന്നോ? നോക്കല്ലേ, പോയിട്ട് കാണാന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? ശരി. പാട്ട് പാടുവോ മഹാദേവേ? ഇല്ല. ഡാൻസും പാട്ടിട്ട ഡാൻസ് കളിക്കല്ലേ? ശരി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു യാത്ര മുടക്കുന്നില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇഞ്ചോടിഞ്ച് എന്നാണ് പരിപാടിൻ്റെ പേര്. ഓക്കെ. ചോദിക്കുന്നത് GK അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. ഫണ്ണിയാണ്. 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അറിയാമെങ്കിൽ ഉത്തരം പറയാം. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു സമ്മാനം ഞാൻ തരാം. പിന്നെ പ്രോത്സാഹന സമ്മാനം ഇല്ല. ശരി. അപ്പോൾ കുഴപ്പമില്ല, നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ആദ്യമായിട്ടാണോ എല്ലാവരും ക്യാമറ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാം ഫേസ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണോ? ചെയ്തിട്ടുണ്ടല്ലോ ക്യാമറ? എവിടെയൊക്കെ ചാനലൊക്കെ ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് അങ്ങനെ ചെയ്തോ? മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട് പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാണ്. 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. എനിക്ക് വേണ്ടത് നമ്മൾ ഭയങ്കരമായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ആ ലെവലിലൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു ഉത്തരങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. ചോദ്യം ഇതാണ്. ചോദ്യം കുസൃതിയായിട്ട് മാത്രമേ ചിന്തിച്ചാൽ മതി കേട്ടോ. ചോദ്യം: കഴുതയുടെ പിറകിലും തവളയുടെ മുന്നിലുള്ളത് എന്താണ്? ആരാടാ? സ്റ്റീവ്.
കുസൃതിയുള്ള കഴുതയുടെ പിറകിലും തവളയുടെ മുന്നിലുള്ള എന്താണ്? ഇനി വേണ്ടത് ഉത്തരമാണ് കുസൃതിയാണ്. കഴുതയുടെ പിറകിലും തവളയുടെ മുന്നിലുള്ള എന്താണ്? റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. നിങ്ങൾ എന്താ പറഞ്ഞേ? ശരി, അടുത്ത ചോദ്യം താഴാണ് കേട്ടോ. കഴുത, തവള. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മുകളിലേക്ക് പോകില്ല, താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. മുകളിലേക്ക് പോകില്ല, താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. മഴ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. മഴ, മഴ. മഹാദേവ്, മഴ. മുകളിലേക്ക് പോകത്തില്ല, താഴേക്ക് വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ചോദ്യം. പേരിൽ 1000 കിലോ ഉണ്ട്. ഇംഗ്ലീഷിലാണ് കൂടുതൽ ഇതിനെ പറയാറ്, പക്ഷേ പേപ്പറിന്റെ ഭാരം പോലും ഇല്ല. ചിലർ ഇതിനെ തൊടാതെ പുറത്തിറങ്ങില്ല. എന്താണ്? ഒന്നുകൂടി ഞാൻ പറയാം. പേരിൽ 1000 കിലോ ഉണ്ട്. ഇംഗ്ലീഷിലാണ് ഇതിൽ കൂടുതൽ ഇതിനെ പറയാറ്. ഓക്കെ, പക്ഷേ പേപ്പറിന്റെ ഭാരം പോലുമില്ല. ചിലർ ഇതിനെ തൊടാതെ പുറത്തിറങ്ങില്ല. കുസൃതിയാണേ. സ്റ്റീവൻ, നീ ആലോചിക്കടാ. താടിയൊക്കെ വലിച്ചൊന്ന് ആലോചിക്കുക. അങ്ങനെ ആ രീതിയിലേക്ക് വാ. അതായത് പേരിൽ 1000 കിലോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷെ പേപ്പറിൻ്റെ ഭാരം പോലും ഇതിന് ഇല്ല എന്നാണ് കുസൃതിയാണ്. ഇതിനെ കൂടുതൽ പറയുന്നത് ഇംഗ്ലീഷിലാണ്. ചിലർ ഇതിനെ തൊടാതെ വീടിന്ന് പുറത്തിറങ്ങില്ല. അതിൽ 1000 കിലോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? സിമ്പിളാണ്. ക്ലൂ ഇവിടെ ഉണ്ട്. ആ സംഭവം അല്ല, ഇവിടെയുണ്ട്, നിങ്ങളിലുണ്ട്, എന്നിലില്ല. അല്ല, തന്നിലില്ല, നിങ്ങളിലൊക്കെ ഉണ്ട്. പറ. അല്ല, അതായത് പേരിൽ 1000 കിലോ ഉണ്ട്. ഇംഗ്ലീഷിലാണ് കൂടുതൽ ഇതിനെ പറയാറ്, പക്ഷെ പേപ്പറിൻ്റെ ഭാരം പോലും ഇല്ല. ചിലർ ഇതിനെ തൊടാതെ പുറത്തിറങ്ങില്ല. തന്നിലിപ്പോഴുണ്ട്, തന്നിലുണ്ട്, ആളിലുണ്ട്, ആളിലില്ല. അല്ല, ആളിലില്ല, ആളിലില്ല. ഓക്കെ, ഒരു ക്ലൂ ഞാൻ തരട്ടെ. ഒരു ക്ലൂ തരട്ടെ. ഓക്കെ, ഒരു ക്ലൂ തരാം. ഡ്രസ്സുമായി ബന്ധപ്പെട്ട ഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിന് ആലോചിച്ച് നോക്ക്. അല്ല, അല്ല, ഏതാണ്ട് കരുതി. ഇനി ആലോചിക്കേ. ബട്ടൺ, 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 ടൺ, ടൺ. ഇംഗ്ലീഷ് അല്ലേ? പേപ്പറിന്റെ ഭാരം പോലും ഇല്ല, പക്ഷെ ചിലർ ഇതിനെ തൊടാതെ പുറത്തിറങ്ങില്ല. ഗസീദാണല്ലേ? ഓക്കെ, നാലാമത്തെ ചോദ്യം. എഴുതുമ്പോൾ 5 അക്ഷരം, പക്ഷെ പറയുമ്പോൾ 1 അക്ഷരം. എന്താണ്? കുസൃതി അല്ല. എഴുതുമ്പോൾ 5 അക്ഷരം, ഇംഗ്ലീഷിലാണേ. പറയുമ്പോൾ 1 അക്ഷരം. മീൻസ് അതിനെ പറയുന്ന സമയത്ത് 1 അക്ഷരമായിട്ടേ പറയത്തുള്ളൂ, പക്ഷെ എഴുതുന്ന സമയത്ത് അതിൽ 5 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരും. ക്യൂ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ക്യൂവിന്റെ സ്പെല്ലിംഗ് പറ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. വിളിക്കുന്നുണ്ടോ മോനെ? ഓക്കെ, അടുത്ത ചോദ്യം. കടലിലെ ഒരു വസ്തുവും കരയിലെ വൃക്ഷവും ചേർന്നാൽ കിട്ടുന്ന ഒരു ഭക്ഷണം ഏതാണ്? കടലിലെ ഒരു വസ്തുവും കരയിലെ ഒരു വൃക്ഷവും ചേർന്നാൽ കിട്ടുന്ന ഭക്ഷണം. കടലിലുണ്ടാകുന്ന ഒരു വസ്തു, കരയിലെ ഒരു വൃക്ഷം, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഭക്ഷണമാകും. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം. പലഹാരമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നൊരു സാധനമാണ്. ഉപ്പുമാവ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഉപ്പുമാവ്, ഉപ്പുമാവ്. ഓക്കെ, ആറാമത്തെ ചോദ്യം. കാലുണ്ട്, കൈയില്ല. നാക്കുണ്ട്, പല്ലില്ല. പൂവുണ്ട്, കൈയില്ല. പൂവൻകോഴി. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. തള്ളി പറയണം അല്ലേ? അടിപൊളി. ശരി, അടുത്ത ചോദ്യം. ഓക്കെ, കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല. തേയില. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. തേയില. ഓക്കെ, അടുത്ത ചോദ്യം. ഉരക്കും തോറും നിവർന്നു വരുന്നത്. ഉരക്കും തോറും നിവർന്നു വരുന്നത് കുസൃതിയാണ്. പറഞ്ഞ മോൻ എന്താടാ? എന്തോ നീ പറഞ്ഞേ. ഉരക്കും തോറും നിവർന്നു വരുന്നത് എന്താണ്? ഇതും നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം അല്ല. ഉരക്കും തോറും നിവർന്നു വരുന്നത്. ചില ആൾക്കാർ ഡെയിലി ഉപയോഗിക്കും, ചില ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കലും ഉപയോഗിക്കും, ചില ആൾക്കാർ ഉപയോഗിക്കാറില്ല, ചില ആൾക്കാർ അത് എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവും. ഉരക്കും തോറും നിവർന്നു വരുന്നത്. റൈറ്റ് ആൻസർ. തേപ്പ് പെട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. തേപ്പ് പെട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. ഇതിനെ നമ്മൾ കഷ്ണമാക്കാറില്ല. നമ്മളിപ്പോൾ
പ്രൊഡക്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ്, നമ്മളത് കഷ്ണമാക്കിയിട്ട് വീതം വെക്കും അല്ലേ ചോദ്യം. ഇതിനെ നമ്മൾ കഷ്ണമാക്കാറില്ല, എന്നാലും പേരിനോടൊപ്പം കഷണം എന്ന് ചേർത്ത് പറയുന്ന ഭക്ഷണ വിഭവം. ഇതിനെ നമ്മൾ കഷ്ണമാക്കാറില്ല, എന്നാലും പേരിനോടൊപ്പം കഷണം എന്ന് ചേർത്ത് പറയുന്ന ഭക്ഷണ വിഭവം. ഒരു പിസയല്ല. ഒരു ക്ലൂ തരാം. ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മോർണിംഗ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ആ പേരിൽ തന്നെ കഷണം എന്നാണ് പറയുന്നത്, പീസ് എന്നാണ്. ആ ഏതാണ്ടൊക്കെ അടുത്തെത്തി. അല്ല, ബിസ്ക്കറ്റ് അല്ല. ഉത്തരം പറയാൻ പറ്റും. ഇനി ഞാൻ ആ ക്ലൂ കുറച്ചും കൂടി ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഉത്തരത്തിലേക്ക് പോയി പോകും. അതുകൊണ്ടാണ് ഏതാണ്ട് അടുത്തെത്തി. അതായത് ഇതിനെ നമ്മൾ കഷ്ണമാക്കാറില്ല, പക്ഷേ എന്നാലും പേരിനോടൊപ്പം കഷ്ണം എന്ന് ചേർത്ത് പറയാറുണ്ട്. ഒരു ഭക്ഷണ വിഭവമാണ്. ആലോചിച്ച് പറ, ഏതാണ്ട് അടുത്തെത്തി. ഇപ്പം പറഞ്ഞാൽ തന്നെയുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, പറ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇപ്പം പറ, നീ പറഞ്ഞതിൽ തന്നെ ഉണ്ടടാ. ഒന്നും കൂടി ചോദ്യം പറയണോ? ആ, ബ്രെഡ്. നീ രണ്ട് സംഭവം പറഞ്ഞില്ലേ? എന്തായിരുന്നു പറഞ്ഞ നേരത്തെ? ഒരു സംശയം ചോദിച്ചില്ലേ, ഇങ്ങനെയാണോ ഇങ്ങനെ എന്താ ചോദിച്ചേ? കഷ്ണമാണോ പീസാണോ? ഇനി ഉത്തരം പറ. ആൻസർ എങ്ങനെയാണ്? കഷ്ണം എന്നാണ് മലയാളത്തിലാണ് ആൻസർ വരുന്നത്. നീ ഇപ്പൊ പറഞ്ഞതിൽ രണ്ടിലേതോ ഒന്നിലുണ്ട്. ആ പറ. അല്ല, നമ്മളിതിനെ കഷ്ണാക്കാറില്ല, പക്ഷെ കഷ്ണം എന്നുള്ള ഒരു സംഭവം ഇതിന്റെ പേരിനോടൊപ്പം ഉണ്ട്. ആ, സിമ്പിളാണ്. ചേർത്ത് പറയുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. ഭക്ഷണം മീൻസ് ഗ്രീൻ പീസ്. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. പേരിൽ സ്വർണം ഉണ്ടെങ്കിലും ശരീരത്തിൽ അണിയാൻ പറ്റില്ല, എന്താണ്? അതായത് പേരിൽ സ്വർണം, അതിൻ്റെ ഒരു പേര് അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷെ ഇത് അണിയാൻ പറ്റില്ല. പൊന്നട്ടയോ? എവിടെയാണോ പൊന്നട്ട? ഇല്ല, അല്ല. നീ പറഞ്ഞ ഏതാണ്ട് കരുത്തെത്തിട്ടാ. ആ, പേരിൽ സ്വർണം ഒളിഞ്ഞു കിടക്കുമെങ്കിലും അണിയാൻ പറ്റാത്ത എന്താണ്? ഏതാണ്ട് അടുത്തെത്തി. പൊന്മാല. അല്ലല്ല. അതെന്താണ്? വസ്തുവാണല്ലോ. ആ, അത് ചില ആൾക്കാർ ചിലയാളുടെ സത്യസന്ധത കൊണ്ടൊക്കെ നേടിയെടുക്കുന്നതാണത്. പൊന്നാട. റൈറ്റ് ആൻസർ. അപ്പോൾ ആരാ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? 4. അടിപൊളിയായിട്ട് ശിവ, സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ശിവയാണ് കൂടുതൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞാൽ ശിവക്ക് നല്ലൊരു കൈ കൊടുത്ത് ഉഷാറായിട്ട്. ഓക്കെ, ശിവ സ്ഥലം എവിടെയാണ്? വിഴിഞ്ഞത്താണ് അല്ലേ? ശരി. അപ്പോൾ വിഴിഞ്ഞത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശിവയ്ക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ BMTV ന്യൂസ് ചാനലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിഘ്നേശ്വര ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ചിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഈ കൈ ഒരു ഉഷാറായിട്ട് എഴുതണം. ഓക്കെ ശിവ, ഫസ്റ്റ് ടൈം അങ്ങനെ ഇങ്ങനെ ഒരു ക്യാമറക്ക് മുമ്പിൽ നിന്ന് എന്തൊരു. അപ്പോൾ ശിവ, സന്തോഷം. നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ബോറായോ? ഇല്ല, ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ചെറിയൊരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ പതിവുപോലെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ഒരു ചാറ്റ് പറഞ്ഞു. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും BMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.